ഹസ്കർ പറഞ്ഞ് നിർത്തിയിടത്ത് തന്നെ തുടങ്ങാം. വേറെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അങ്ങ് പറഞ്ഞു വഴിയെ പോകുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിച്ച് പിടിക്കാൻ പറ്റില്ല. കണ്ണൂർ റോഡേ നടന്നുകൊണ്ട് ഒരാളുടെ ഫോൺ വാങ്ങിക്കാൻ ഞങ്ങൾ പറഞ്ഞില്ല. ഈ കേസിൽ പ്രതിയായിട്ടുള്ള അങ്ങ് ആത്മഹത്യയല്ല, ഇത് കൊലപാതകമാണ്. പൊതുസമൂഹത്തിന്റെ കണ്ണിൽ ഇത് കൊലപാതകമാണ്. അപ്പോൾ മധുരം പുരട്ടിയ കൊലപാതകം. ആ കേസിൽ പ്രതിയായിട്ടുള്ള ദിവ്യയുടെ ഫോൺ ഫോറൻസിക്കിൽ പരിശോധിച്ചാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അങ്ങ് പറയുകയാണ് പേപ്പറിൽ പ്രിന്റ് ചെയ്ത ലിസ്റ്റ് കണ്ടാൽ മതി, സിം കാർഡ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടെലിഫോൺ ഫോറൻസിക് പരിശോധന നടത്തണം എന്നുള്ള സംഭവം തന്നെ നമുക്ക് അവസാനിപ്പിക്കാമല്ലോ. ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം. ഈ പരിപാടി തുടങ്ങിയ വിവരം കളക്ടർ അറിയിച്ചിട്ടുണ്ടോ? ദിവ്യയുടെ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കുമ്പോൾ ജില്ലാ കളക്ടറുടെ ഫോണിലേക്ക് സംശയാസ്പദമായ കോളുകൾ വന്നിട്ടുണ്ടെങ്കിൽ കളക്ടറുടെ ഫോൺ പരിശോധിക്കണം. IAS കിട്ടിയെന്ന് പറഞ്ഞിട്ട് കൊമ്പൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ IAS കിട്ടിയ എല്ലാവരും നാളെ മുഴുവൻ ഇറങ്ങി ആൾക്കാരെ കൊല്ലാൻ തുടങ്ങി കഴിഞ്ഞാൽ IAS ഉണ്ട്, അതുകൊണ്ട് അദ്ദേഹം പവിത്രമാണ്, അദ്ദേഹത്തിന് അർച്ചന നടത്തേണ്ട ആളാണ്, അദ്ദേഹം അവിടെ ഇരിക്കട്ടെ, അദ്ദേഹത്തോട് ചോദ്യം ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അങ്ങനെയൊന്നുമല്ല ഹസ്കറെ ലോകത്ത് കാര്യങ്ങൾ നടക്കുന്നത്. ദിവ്യയുടെ ഫോൺ പരിശോധിക്കണമായിരുന്നു. താങ്കൾ ചോദിച്ചു അന്വേഷണ ഉദ്യോഗസ്ഥൻ അഴിമതിക്കാരനാണോ. ഞാൻ പറയുന്നു അഴിമതിക്കാരൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം പണം വാങ്ങിച്ചിട്ടുണ്ടോ ഇല്ലെന്ന് എനിക്കറിയാം. പക്ഷേ സ്വജനപക്ഷപാതം അഴിമതിക്ക് തുല്യമാണ്. അത് അഴിമതിയാണ്. ഗവൺമെന്റിന് വേണ്ടി അദ്ദേഹത്തിന്റെ മേലധികാരികളായ ഗവൺമെന്റിലെ നയിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ പറയുന്നതനുസരിച്ച് കേസിനെ അട്ടിമറിക്കുന്നത് അഴിമതി തന്നെയാണ്. ഇവിടെ രണ്ട് കാര്യങ്ങളാണ്. ഹസ്കർ പറഞ്ഞല്ലോ ഏതൊരു കുറ്റകൃത്യത്തിലും വാദി സ്റ്റേറ്റ് ആണ്. ഞാൻ സമ്മതിക്കുന്നു. ഏതൊരു കുറ്റകൃത്യത്തിലും കംപ്ലൈനന്റ് സ്റ്റേറ്റ് ആണ്. കംപ്ലൈനന്റ് സ്റ്റേറ്റ് ആകുമ്പോൾ കേരള സംസ്ഥാന സർക്കാരിന് രണ്ട് ഉത്തരവാദിത്തമാണുള്ളത്. ഒന്ന്, നവീൻ ബാബു എന്ന് പറയുന്ന വർഷങ്ങളായി യാതൊരു ചീത്തപ്പേരും ഉണ്ടാക്കാത്ത ഉദ്യോഗസ്ഥൻ, ആ ഉദ്യോഗസ്ഥനാണ് ഇതിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ മരണപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെയും നീതി സംരക്ഷിക്കേണ്ട ബാധ്യത കൂടി സംസ്ഥാന സർക്കാരിന് വരുന്നു. ഇവിടെ ഒരൊറ്റ കാര്യമാണ്, ഭരിക്കുന്ന പാർട്ടി മാർക്സിസ്റ്റ് പാർട്ടി, ആ പാർട്ടിയുടെ നേതാക്കന്മാരുടെ ഇംഗിതത്തിന്, അത് പെട്രോൾ പമ്പ് ആയിക്കോട്ടെ, മണ്ണെണ്ണ പമ്പ് ആയിക്കോട്ടെ, ഗ്യാസ് ഏജൻസി ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അവരുടെ ഇംഗിതത്തിന് നിൽക്കാത്ത ഉദ്യോഗസ്ഥന്മാരെ വകവരുത്തും. അവർ ആത്മഹത്യ ചെയ്താൽ പോലും ചോദിക്കാനും പറയാനും ആരും ഉണ്ടാകില്ല എന്നുള്ള സന്ദേശം സത്യസന്ധരായ CPM-നെ വകവയ്ക്കാതെ നടക്കുന്ന ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാരുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുകയാണ്. പറയട്ടെ, സാമ്പത്തിക സ്രോതസ് അടക്കം അന്വേഷിക്കണം എന്ന ആവശ്യം കൂടി ഉണ്ടായിരുന്നു. അതും ഉണ്ടായിട്ടില്ല എന്ന് കൂടി ഞാൻ ചോദിക്കട്ടെ. ഇപ്പോ നേരത്തെ മാധ്യമപ്രവർത്തകർക്ക് സംശയാസ്പദമായ ഒരു കോൾ വന്ന അവരെ പിടിച്ചോണ്ടിരുന്ന കാര്യം പറഞ്ഞല്ലോ പ്രശാന്തൻ. അല്ല, അതിലൊരു ക്ലാരിറ്റി വരുത്തുണ്ട്. എന്താണെന്നറിയാമോ, ഈ എലത്തൂര് തീവെപ്പ് കേസിൽ പ്രതിയായ ആളെ കൊണ്ടുവരികയാണ്, അവിടുന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരികയാണ്. ആ വിവരം മാതൃഭൂമി ന്യൂസ് അറിയുകയും വഴിയിൽ നിന്ന് സുരക്ഷാ ക്രമീകരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടായതിന്റെ ദൃശ്യങ്ങൾ കൊടുക്കുകയും ചെയ്യുന്നു. ഈ വഴി ആരാണ് പറഞ്ഞു കൊടുത്തതെന്ന് അറിയാനാ, ക്രിമിനൽ കേസിലല്ല, പോലീസിനകത്ത് ചോർന്നോന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഫോൺ പിടിച്ചത്. IPS ഓഫീസർ ആ വാർത്ത പറഞ്ഞു കൊടുത്ത IPS ഓഫീസർക്ക് പണി കൊടുക്കാനുള്ള ആവേശത്തിലാണ് അത് ചെയ്ത്. ആർക്കാണ് പണി കിട്ടിയെന്നൊക്കെ നമുക്ക് അറിയാമല്ലോ. പ്രതിയുമല്ല എന്നിട്ടാണ് മാധ്യമപ്രവർത്തനം. ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ വരെ ഒരു IPS ഓഫീസർക്ക് ഗവൺമെന്റിനെതിരെ ഒരു വാർത്ത കൊടുത്തു എന്ന് ആരോപിച്ചുകൊണ്ട് പണി കൊടുക്കാൻ വേണ്ടി നിങ്ങൾ അത് ചെയ്തു. ഞാൻ ഇവിടെ ഈ പ്രശാന്തന്റെ സാമ്പത്തിക സ്രോതസ് അന്വേഷിച്ചിട്ടുണ്ടോ? പ്രശാന്തനും ദിവ്യയുടെ കുടുംബവുമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിച്ചിട്ടുണ്ടോ? ഇതൊന്നും ചെയ്തില്ല. ദിവ്യയെയും പ്രശാന്തനെയും രക്ഷപ്പെടുത്തുവാൻ വേണ്ടി ഒരു സർക്കാർ നടത്തിയ ഒരു ഗൂഢാലോചന, അതിലൂടെ പാർട്ടി നേതാക്കന്മാരെ അനുസരിക്കാത്ത ഉദ്യോഗസ്ഥന്മാർ കൊടുത്ത ഒരു സന്ദേശം, അതാണ് ഇവിടെ വെളിവായിരിക്കുന്നത്.